ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി മരിച്ചവരുടെ സഹനങ്ങൾ, ശുദ്ധീകരാത്മാക്കളുടെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുമോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നു പോകുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിരവധിയായ ചോദ്യങ്ങൾ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. വീഡിയോയ്ക്ക് കീഴെ തന്നെ തർക്കവിതർക്കങ്ങളായി നിരവധി അഭിപ്രായങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. വിശദമായി അവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നാളെ അത് പറയാമെന്ന് വിചാരിക്കാം. വീഡിയോയുടെ കീഴെ വരുന്ന കമന്റുകൾക്ക് അവിടെ തന്നെ ഉത്തരം പറയാത്തത് പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി പറയാനിരിക്കാൻ സമയത്തിനൊരു പരിമിതി നമുക്കുണ്ട്. ഉപജീവന മാർഗം ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട്, അധ്വാനിക്കേണ്ടതുകൊണ്ട് ഒരു സമയപരിമിതി നമുക്കുണ്ടാവും. ആ സമയപരിമിതി കൊണ്ടാണ് തൊട്ട് താഴെ തന്നെ ഉത്തരം പറയാത്തത്. രണ്ടാമത്തെ കാര്യം, ചോദിക്കുന്ന ചോദ്യങ്ങളായാലും സംശയങ്ങളായാലും വിമർശനങ്ങളായാലും ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്നവയല്ല. ഒരു കാര്യം പറയുമ്പോൾ അതിന് പൂർണ്ണാർത്ഥത്തിൽ പറയണമെങ്കിൽ സമയമെടുത്ത് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വീഡിയോകളിൽ പറയാമെന്ന് പറയുന്നത്. മാത്രമല്ല, ആ ഒരു സംശയം ഒരാളുടെ മാത്രം സംശയമല്ലല്ലോ. വീണ്ടും ഇങ്ങനെ അഭിപ്രായങ്ങൾ എഴുതാത്തവരടക്കമുള്ളവർ, കേൾക്കുന്നവർക്കുള്ള സംശയങ്ങൾക്ക് കൂടി മറുപടിയായത് മാറും. അത് ഉപകാരപ്പെടും എന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് വീഡിയോയുടെ കീഴെ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവിടെ തന്നെ അതിന് അപ്പോൾ തന്നെ ഉത്തരം നൽകണമെന്ന ഒരു ശാഠ്യം വരുത് ദയവായിട്ട്. അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ വ്യക്തിപരമായി നിങ്ങൾക്ക് അങ്ങനെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഒരു ഒറ്റ വാക്കിൽ കിട്ടുള്ള ഉത്തരവോ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന് പരിഹാരമാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ പറയാം. അവിടെ വാട്സപ്പിൽ നമ്മൾ അവർക്ക് ഉത്തരം നൽകും. അതാണ് പ്രായോഗികമായ രീതി എന്നാണ് ഇപ്പോൾ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വീഡിയോയുടെ കീഴെ വരുന്ന കമന്റുകൾക്ക് തൊട്ടു താഴെ തന്നെ വന്ന് മറുപടി പറയാത്തത്. നിരവധി ആക്രോശങ്ങളും ശകാരങ്ങളും കേൾക്കുന്നുണ്ട്. ഈ ആക്രോശങ്ങളും ശകാരങ്ങളും ഒന്നും ആദ്യമായിട്ടല്ല, 28 വർഷമായി ശുശ്രൂഷയിലുണ്ട്. അന്നാൾ മുതൽ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ കുറിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് അഭിപ്രായ ഭിന്നതകളും ഇത്തരത്തിലുള്ള ശകാരങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ശകാരങ്ങളെയൊക്കെ നന്മയായിട്ട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നെ കൂടുതൽ പരിശോധിക്കാനും പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉറപ്പോടെയാണെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കാനും ഒക്കെ സഹായമായിട്ടുണ്ട്. ഒരാൾ ശപിക്കുമ്പോൾ ശപിക്കപ്പെട്ടു പോകുമെന്നല്ല, അങ്ങനെ ശപിക്കുമ്പോൾ നമ്മുടെ കഷ്ടത കണ്ട് ദൈവം അനുഗ്രഹിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ശാപവാക്കുകളെയും അതേപോലെ തന്നെ വിമർശനങ്ങളെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ആരോടും വിരോധം പ്രഖ്യാപിക്കുന്നില്ല. നാളെ നമുക്ക് വിശദമായി ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾ, ചോദ്യങ്ങളും മറുപടികളും എന്ന സെഷനിൽ പറയാം എന്നാണ് കരുതുന്നത്. 5 ഭാഗങ്ങളുള്ളത് കൊണ്ട് ദൈർഘ്യമുള്ളതാണ്. പരമാവധി ചുരുക്കി നാളെ മറുപടികൾ പറയാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ദൗത്യത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തയക്കുന്നു. ദൈവവിളി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതിലാരും മാറ്റി നിർത്തപ്പെടുന്നില്ല. ക്രിസ്തുവിൽ നാം വിളിക്കപ്പെടുന്നത് ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിനെ അനുഭവപ്പെടുത്താനാണ്, ഈ ലോകത്തോട് സുവിശേഷം പറയാനാണ്. ക്രൈസ്തവ ധാർമ്മികതയുടെ മൂല്യത്തെ ആനുകാലിക ലോകത്ത് ഉയർത്തിക്കാട്ടുക എന്നുള്ള ദൗത്യം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം ഓർക്കണം. ഈ ദൗത്യത്തിൽ എങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കണം. ലോകത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറയണം. അത് പ്രസംഗം മുഖേന പറയുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല, പ്രഘോഷണത്തെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കാം. നമ്മൾ എങ്ങനെയാണ് ലോകത്ത് ക്രിസ്തുവിനെ കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 28 മുതൽ 31 വരെ തിരുവചനങ്ങളിൽ 2 തരത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തെ നിറവേറ്റുന്ന മക്കളെ നമുക്ക് കാണാം. 2 തരത്തിൽ, 2 മക്കളാണ്. 2 പുത്രന്മാരിൽ ഒരുവനോട് പിതാവ് പറയുന്നു മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുക. അവൻ പോകാമെന്ന് സമ്മതിക്കുന്നു. രണ്ടാമനാകട്ടെ പോകില്ല, എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു. ആദ്യത്തേവൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും പോയില്ല. രണ്ടാമത്തവനാകട്ടെ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും പശ്ചാത്തപിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്? യേശു ചോദിക്കാം. യേശു ഈ ചോദ്യം ചോദിക്കുന്ന സമൂഹത്തിൽ നിന്ന് യേശു ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞു രണ്ടാമൻ.
അതുതന്നെയായിരിക്കും ശ്രോതാക്കളായ നിങ്ങളുടെയും ഉത്തരം. രണ്ടാമൻ യേശു പറയാണ്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മളോടാണ് അങ്ങനെ കർത്താവ് പറയേണ്ടി വരിക എന്നത് ആലോചിച്ചാൽ വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. 31-ാം തിരുവചനത്തിൽ അതിന് കാരണം യേശു പറയുന്നുണ്ട്. സ്നാപകന്റെ പ്രഘോഷണം കേട്ട് അവർ വിശ്വസിച്ചു, അവർ അനുതപിച്ചു. അവർ വിശ്വസിക്കുകയും അനുതപിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും നിങ്ങൾ അനുതപിച്ചില്ല. നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിൽ സുരക്ഷിതമാണ് എന്ന കേവല ധാരണയല്ലാതെ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമുക്ക് പരിചിതമല്ലാത്തൊരു കാര്യം പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രഘോഷണങ്ങൾ. നമ്മുടെ പ്രഘോഷണങ്ങൾ പലപ്പോഴും വഴിതെറ്റുന്നത് അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തിന് പകർന്നു കൊടുക്കുക എന്ന ദൗത്യത്തിൽ എങ്ങനെ പുരോഗമിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളാണ് വിശ്വാസവും വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന അനുതാപവും അനുതാപത്തിൽ പൂർണ്ണത പ്രാപിക്കുന്ന വിശ്വാസവും. നമ്മുടെ വിശ്വാസം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. നമ്മുടെ വിശ്വാസം കേവല വിശ്വാസമാണോ? ദൈവമുണ്ട്, യേശു ദൈവമാണ്, അങ്ങനെ ഒരു വിശ്വാസം കൊണ്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? അങ്ങനെ ഒരു വിശ്വാസം കൊണ്ട് നമുക്കെന്ത് കിട്ടാനാ? നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കർത്താവിനെ നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ കഴിയുന്നു? അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവർ ദൈവപുത്രരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരും ചെയ്യും. ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നാം കണ്ടിട്ട് പോലുമില്ലാത്ത ഒരാളെ കുറിച്ചാണ്. നാം നേരിട്ട് കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വചനമായും കൗദാശിക അടയാളങ്ങളായും മാത്രം അനുഭവപ്പെടുന്ന ഒരാളെ കുറിച്ചാണ്. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശുവിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. വിശുദ്ധ മർക്കോസ് വിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയാണ്, ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം ഹൃദയം മന്ദീഭവിച്ചു പോയവരെ അവൻ ശാസിച്ചു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാതിരിക്കുന്ന ഹൃദയകാഠിന്യമുള്ള ശിഷ്യരെ ശാസിക്കുകയാണ് യേശു. ആ കാര്യം തന്നെയാണ് നമുക്ക് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 21:31 കാണാൻ പറ്റിയത്. വിശ്വാസം അനുതാപം ജനിപ്പിക്കണം. വിശ്വാസം ക്രിസ്തുവിലുള്ള ഉറപ്പ് നൽകണം. അവനെ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. അങ്ങനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് വിശ്വാസ വിരുദ്ധതയാണ്. അത് ഹൃദയം മന്ദീഭവിക്കലാണ്. അപ്രകാരം ഹൃദയം മന്ദീഭവിക്കുമ്പോൾ, നമുക്ക് വിശ്വാസത്തിൽ വീഴ്ച വരുമ്പോൾ ദൈവാനുഭവത്തിന്റെ തലത്തിൽ വീഴ്ച ഉണ്ടാവും. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമേ ലോകത്തോട് ക്രിസ്തുവിനെ നമുക്ക് പറയാൻ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെട്ട ഒന്നിനെക്കുറിച്ച് മാത്രമേ എനിക്ക് അവരനോട് ഉറപ്പോടെ പറയാൻ പറ്റൂ. ഇതാണ് വഴിയെന്ന് പറയണമെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടാകണം. നമ്മൾ പോകാത്തൊരു വഴിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിലേ പോയാൽ അവിടെ എത്താം എന്നാണ് കേട്ടിട്ടുള്ളത് എന്നല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം നമ്മൾ മുൻപേ പോയിട്ടുള്ള വഴിയാണെങ്കിൽ ഇതിലെയാണ് പോകേണ്ടത്, എനിക്കറിയാമെന്ന് പറയാൻ പറ്റും. അങ്ങനെ എൻ്റെ അറിവ് അനുഭവമായി മാറുന്ന, എൻ്റെ അറിവ് മനസ്സിലാക്കലിലൂടെ കടന്ന് അനുഭവത്തിലൂടെ കടന്ന് സാക്ഷാത്കരിക്കപ്പെട്ട ഒന്നായി മാറുമ്പോഴേ എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അറിയണം, മനസ്സിലാക്കണം, അനുഭവിക്കണം, സാക്ഷാത്കരിക്കണം, പിന്നെയാണ് ജീവിതം. അപ്പൊ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വിശ്വാസം മുഖേന നാം സ്വീകരിക്കുന്നു, അനുതാപത്തോടെ ആ വഴിയിൽ പുരോഗമിക്കുന്നു, ക്രിസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. ആ അനുഭവം രണ്ടല്ല എന്ന നിലയ്ക്ക് ക്രിസ്തു എന്നിലെന്നും ഞാൻ ക്രിസ്തുവിലെന്നുമുള്ള ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോഴാണ് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ധൈര്യമുണ്ടാകുക. തന്നെ കണ്ടവരെ അവിശ്വസിച്ച ശിഷ്യന്മാരെ ശാസിക്കുന്ന യേശു ആ ശാസന മൂലം അവരിലേക്ക് ഒരു അനുഭവം പകരുകയാണ്. ഐ ആം ദി ലോർഡ്, ഞാൻ ഉദ്ധിതൻ, ഞാൻ നിങ്ങളുടെ ഹൃദയം അറിയുന്നവൻ, നിങ്ങളുടെ വിശ്വാസക്കുറവ് മനസ്സിലാക്കുന്നവൻ. ശിഷ്യത്വം ഈ അനുഭവത്തിലേക്ക് വരിക. ആ അനുഭവമാണ് പിന്നീട് ഭയന്നൊളിച്ച ശിഷ്യന്മാരെ ഭയരഹിതരായി മരണത്തിന്റെ മുൻപിലേക്ക് ചാടാൻ കെൽപ്പുള്ളവരാക്കി മാറ്റുന്നത്. ഇത് വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ധൈര്യമാണ്. നാസി തടങ്കൽ പാളയത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് 2500-ലധികം കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയ അയേന സെല്ലർ ഈ ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നയാളാണ്.
അയന സെല്ലർ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അവിടെ യഹൂദ വിമോചനത്തിന് വേണ്ടി ഹിറ്റ്ലർക്കെതിരായി പ്രവർത്തിച്ചിരുന്ന, ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന ജഗോട്ട് എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അയേന സെല്ലർ. ഈ അയേന സെല്ലർ പിന്നീട് പടയാളികളാൽ പിടികൂടപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ മരിക്കുന്നത് 2008 1965 അവരെ ജസ്റ്റ് അമംഗ് ദി നേഷൻസ് എന്ന് ഇസ്രായേൽ പ്രകീർത്തിക്കുന്നുണ്ട്. ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ പിതാവിൽ നിന്ന് അവൾക്ക് കിട്ടിയ ഒരു പ്രഘോഷണമാണ്. അദ്ദേഹം ഒരു ബിഷപ്പ്ഗർനായിരുന്നു, ഡോക്ടറായിരുന്നു. അദ്ദേഹം തന്റെ മകളോട്, കുഞ്ഞു മകളോട് പറഞ്ഞു കൊടുത്തൊരു ഉപദേശമാണ് അയേന സെല്ലറിനെ ഇപ്രകാരമാക്കി തീർക്കുന്നത്. ഒരു പ്രഘോഷണമാണ്. അദ്ദേഹം പറഞ്ഞത് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾ വെള്ളത്തിൽ വീണതായിട്ട് നിങ്ങൾ കാണുന്നു എന്ന് ധരിക്കട്ടെ. അങ്ങനെ വെള്ളത്തിൽ വീണ് ഒരാൾ മുങ്ങി മരിക്കാൻ ഇടയാകുമ്പോൾ നിനക്കൊരു പക്ഷെ നീന്താൻ അറിയില്ലെങ്കിൽ പോലും നീ എടുത്തു ചാടണം. സാമാന്യ വിവേകം അല്ലത്. ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ഇടയാകുന്നത് നീ കാണുമ്പോൾ നിനക്ക് നീന്തൽ അറിയില്ലെങ്കിലും ആ നീന്തൽ അറിയില്ലെന്ന കാര്യത്തെ അവഗണിച്ച് നീ എടുത്തു ചാടണം. അവരന്റെ ജീവന് മൂല്യം കൽപ്പിക്കണം, അവനവനെ നിഷേധിക്കണം. ഈ ക്രിസ്തുപാഠമാണ് ആ പിതാവ് മകൾക്ക് പകർന്നു കൊടുത്തത്. അങ്ങനെ അയേന സെല്ലറിന് പകർന്നു കിട്ടിയ ആ പ്രഘോഷണ ധൈര്യം, ആ വീര്യം ക്രിസ്തുവിൽ നിന്നുള്ളതാണ്. അവിടെയാണ് അയേന സെല്ലർ തന്റെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ ഒന്ന്, അവരത് രക്ഷപ്പെടുത്തിയ മാർഗങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. ആംബുലൻസിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വരുന്നവർ, ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ വരുന്നവർ ആ ആംബുലൻസിൽ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുപോവാൻ. അങ്ങനെ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ അവരുടെ നായ്ക്കൾ ഈ പറഞ്ഞ ആംബുലൻസിനകത്തുണ്ടാവും. ഒന്നുകിൽ നായ്ക്കളെ കൊണ്ട് കുരപ്പിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കരയാതിരിക്കണം. കരഞ്ഞാൽ അവർ പിടികൂടപ്പെടും. 2500 കുഞ്ഞുങ്ങളെ ഹിറ്റ്ലറുടെ കിരാതമായ വാഴ്ചക്കാലത്ത് ഇത്രയും സുശക്തമായ ഒരു പട്ടാളത്തിന്റെ നടുവിലൂടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകാൻ, കടത്തിക്കൊണ്ടുപോയി കത്തോലിക്ക കുടുംബങ്ങളിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ മനസ്സ് കാണിച്ച, ധൈര്യം കാണിച്ച ആ ധൈര്യം ക്രിസ്തുവിൽ സ്വയം അർപ്പിതമാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതാണ് വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ധൈര്യം. ആ ധൈര്യം വാസ്തവത്തിൽ വിശ്വാസം മുഖേന കിട്ടുന്ന ഒന്നാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് അടിസ്ഥാനം. ഭൗമികമായ രക്ഷയെക്കുറിച്ചുള്ള സുരക്ഷിത ബോധമല്ല അവരെ നയിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ശിഷ്യന്മാർ അപ്പോഴും ഭയന്നിരിക്കുകയാണ്. ആ ഭയന്നവരോട് ഉദ്ധിതനായവൻ പറയാണ്, നിങ്ങൾ ഭയപ്പെടുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉദ്ധിതനായ നാഥൻ തങ്ങളോട് പറയുന്ന വാക്ക് അവരിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. തുടർന്ന് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തി യേശു ഒരു ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ്. ഈ കുറവ് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവരുടെ അനുതാപം ജനിക്കുന്നു. ആ അനുതാപ ഹൃദയത്തോടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. ഈ പ്രഘോഷണ ദൗത്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഓരോരുത്തരും അടിസ്ഥാന കടമ, ജീവിത ധർമ്മം സുവിശേഷ പ്രഘോഷണമായിട്ട് കാണണം. സുവിശേഷ പ്രഘോഷണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് പോലെ, മൈക്ക് കെട്ടി പറയുന്നത് പോലെ, ആൾക്കൂട്ടങ്ങളോട് പറയുന്നത് പോലെ പ്രസംഗമല്ല. പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിത ധർമ്മമാണ്. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് പ്രഘോഷണം. പ്രഘോഷണ ദൗത്യത്തിൽ നിന്ന് ഒരാൾക്കും ഒഴികഴിവില്ല. നാം എല്ലാവരും വിശ്വസിക്കാത്തവരും ഹൃദയകാഠിന്യമുള്ളവരായി തീരുമ്പോഴും ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധ്യമല്ല. നാം സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പറയണമെന്നത് അടിസ്ഥാന ദൗത്യമാണ്. ശിഷ്യന്മാർക്ക് വിശ്വാസരാഹിത്യവും ഹൃദയകാഠിന്യവും ഉണ്ടാകുന്ന ഏത് സമയത്താണ്? അവർക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിന് മുമ്പ്, പന്തക്കുസ്തയ്ക്ക് മുമ്പ് അവർ ഭയചകിതരായിരുന്നു. യഹൂദരുടെ അക്രമകരമായ പ്രവൃത്തികൾ അവർക്ക് ചുറ്റും അരങ്ങേറുന്നുണ്ട്. ക്രിസ്തുവിനെ തന്നെ കുരിശിൽ തറച്ച യഹൂദരെ അവർ ഭയക്കുന്നുണ്ട്, റോമാക്കാരെ ഭയക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭയത്തിൽ മുഴുകിയിരുന്ന ഒരു സമൂഹ മധ്യത്തിൽ നിന്നാണ് ക്രിസ്തു പറയുന്നത് അവരുടെ ഹൃദയകാഠിന്യം മോശമാണെന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്
കുറവാണെന്ന്. അതിന് ശാസിച്ചുകൊണ്ടാണ് യേശു സുവിശേഷ ധർമ്മത്തിലേക്ക് അവരെ ആനയിക്കുന്നത്. നമുക്കാകട്ടെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു, ക്രിസ്തുവിൽ അഭിഷേചിതരായി. നാം ഓരോരുത്തരും വിശ്വാസം മുഖേന ആത്മാവിനെ സ്വീകരിച്ചു. ഇമേഴ്സിംഗ് നോളേജ്, അറിവിൽ മുങ്ങി. യേശുവിനെ അറിഞ്ഞിട്ട് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്, യേശുവിനെ സ്വീകരിക്കുന്നു, അറിവായി സ്വീകരിക്കുന്നു. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. കൊളോസ്യർ 2:3. അങ്ങനെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും ഒളിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിൽ നാം മുങ്ങി, അറിവിൽ മുങ്ങി. ഇമേഴ്സിംഗ് നോളേജ്. ആ അറിവിൽ മുങ്ങുകയും ആത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്ത നാം ഓരോരുത്തരും ഹൃദയകാഠിന്യമുള്ളവരായിക്കൂടാ, അനുതാപരഹിതരായിക്കൂടാ, വിശ്വാസമില്ലാത്തവരായിക്കൂടാ. നമ്മുടെ വിശ്വാസം അനുതാപത്തിലൂടെ കരുത്തു പ്രാപിക്കുകയും നമ്മുടെ വിശ്വാസം ലോകത്തോട് ഏറ്റുപറയാൻ പരിശുദ്ധാത്മജ്ഞാനത്താൽ നമുക്ക് കഴിയുകയും ചെയ്യണം. കാരണം നമുക്ക് ഒഴികഴിവില്ല. ശിഷ്യന്മാര് പറഞ്ഞതുപോലെ ആത്മാവ് കിട്ടാത്തവരല്ല, ധൈര്യം പ്രാപിക്കാത്തവരല്ല. എന്നിട്ടും നമ്മുടെ പ്രഘോഷണം എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ 2 പുത്രന്മാരിൽ മൂത്തവൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാമെന്ന് അംഗീകരിച്ചിട്ടാണ് ഈ പറഞ്ഞ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് നമ്മൾ ഏറ്റുപറഞ്ഞത്. സാക്ഷിയായി മാറാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് ജ്ഞാനസ്നാനം നടക്കുന്നത്. സഭാഗാത്രത്തിന്റെ ഭാഗമായി മാറുകയും സഭയുടെ ദൗത്യത്തിൽ ഭാഗമായി മാറുകയും സഭയുടെ ദൗത്യമായ പ്രേക്ഷിതത്വം ഏറ്റെടുക്കുകയും ചെയ്തവരാണ് ഞാൻ നിങ്ങൾ. പക്ഷേ മൂത്തപുത്രൻ പറഞ്ഞതുപോലെ തലയാട്ടി സമ്മതിക്കുന്നു, പോകുന്നില്ല. രണ്ടാമത്തെ പുത്രൻ ഇങ്ങനെ പോകാൻ വിസമ്മതിക്കുന്നു, പക്ഷേ പശ്ചാത്തപിച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് അനുനിമിഷം നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ആലോചനയുള്ളവരാകണം, ബോധ്യമുള്ളവരായിട്ട് മാറണം. ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തി മേഖലയിലും ആയിരിക്കുന്ന ഓരോ നിമിഷത്തിലും ഈ പ്രഘോഷണത്തിന്റെ ഭാഗമാകാൻ നമുക്ക് കടപ്പാടുണ്ട് എന്ന കാര്യം ഓർക്കണം. യേശുവിന്റെ പ്രഘോഷണത്തെ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ യേശു എങ്ങനെയാണ് സ്വയം ഈ ലോകത്ത് അവതരിപ്പിക്കുന്നതെന്ന് നോക്കുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ള മാതൃക നമുക്ക് കിട്ടുക. നമ്മൾ വചനം എടുത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന് പറയുന്നത് ഒരു കേവലത്വമാണ്, സാമാന്യതയാണ്. വചനപ്രഘോഷണത്തെ നമുക്ക് 7 ഘട്ടങ്ങളിലായി ക്രിസ്തുവിൽ കാണാം. ക്രിസ്തുവിൽ കാണുന്ന വചനപ്രഘോഷണത്തിന്റെ 7 ഘട്ടങ്ങളെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റണം, അല്ലെങ്കിൽ അടിസ്ഥാന ബോധ്യമായിട്ടുണ്ടാകും. നമ്മൾ ആദ്യമേ പറയുന്നുണ്ടല്ലോ, വാചകത്തെ ഓർത്ത് അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിലല്ല വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്, സുവിശേഷത്തെ സ്വീകരിക്കേണ്ടത്. അതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകണം. യേശു ഭയം നീക്കുന്ന പ്രഘോഷണം നടത്തുന്നുണ്ട്. ഭയപ്പെടേണ്ട. പലയിടങ്ങളിലായി കാറ്റിലും കടലിലും പെട്ട് ഭയപ്പെടുന്ന ശിഷ്യന്മാരെ വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് ഭയം നീക്കുന്ന ക്രിസ്തുവിനെ, നിരവധി ഘട്ടങ്ങളിൽ ഭയം നീക്കുന്നവനായി ക്രിസ്തുവിനെ കാണാം. നിങ്ങൾ ഭയപ്പെടേണ്ട. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 12:4 അവിടെ നിന്ന് പറയുന്നു, ശാരീരികമായി നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മരണശേഷം നിങ്ങളെ നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവന് മാത്രമേ ഭയപ്പെടാവൂ. നിങ്ങൾ ഭയപ്പെടേണ്ടത് മനുഷ്യരെയോ ലോകത്തെയോ അല്ല, നിങ്ങൾ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ദൈവഭയമാണ് ആവശ്യം. അങ്ങനെ യേശു പറയുക മാത്രമല്ല, ആത്മധൈര്യത്തിന്റെ പ്രകാശനമാണ്. യേശുവിനെ പിടികൂടാനായി യഹൂദരും ഭരണാധികാരികളും ശ്രമിക്കുന്ന സമയത്താണ് ഹെറോദസിനോട് പറയുന്നത്, ഞാൻ 3 ദിവസം കൂടി ഇവിടെ ഉണ്ടാകും, ഞാൻ രോഗികളെ സുഖപ്പെടുത്തും, ആ കുറുക്കനോട് പോയി പറയൂ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ധൈര്യമായ നിലപാടാണ്. യേശു ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ തനിക്കുണ്ടാകുന്ന പീഡാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് വഴിമാറാൻ പറയുന്നുണ്ട്. യേശു വഴിമാറുന്നില്ല. യേശു ധൈര്യപൂർവ്വം പറയാണ്, നിന്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. സാത്താനെ പിന്നിൽ പോവുക. ധൈര്യപൂർവ്വമാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. മാത്രമോ കയ്യഫാസിന് മുമ്പിൽ വെച്ചോ പിലാത്തോസിന് മുമ്പിൽ വെച്ചോ വായച്ചികതനായ ഒരുവനെ നമുക്ക് കാണാൻ കഴിയില്ല. തന്നെ പിടികൂടാൻ വരുന്നവരോട് എതിരിടാൻ പോകുന്ന ശിഷ്യന്മാരോട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ധൈര്യപൂർവം ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ ക്രിസ്തു കരുത്ത് കാട്ടുന്നുണ്ട്, ആത്മധൈര്യം പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല എന്ന ബോധ്യം യേശുവിനുണ്ട്. എന്റെ മേൽ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറയാൻ ക്രിസ്തുവിന് ധൈര്യമുണ്ട്. ആത്മധൈര്യത്തിന്റെ പ്രകാശനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ലോകം നമ്മോട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രതികരിക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നവരാണ് നാം.
ആരുടെയെങ്കിലും ശാസന കേൾക്കുമ്പോഴോ ഭീഷണി കേൾക്കുമ്പോഴോ തകർന്നു പോകുന്നവരാണ് നാം. ഭീഷണികളുടെ മുമ്പിൽ നമ്മൾ തകരാത്തതിന്റെ ഒരു കാരണം ഇതാണ്: മരണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നില്ല. ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞു എന്ന ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന് നമ്മുടെ മേൽ അധികാരമില്ലെന്നും ഈ ലോകത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഈ ലോകം നമ്മെ കൊന്നാലും നമുക്ക് ക്രിസ്തുവിൽ ജീവിതമുണ്ടെന്നും ഉറപ്പുള്ള ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് ലോകത്തിന്റെ പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ടതില്ല. കൊച്ചു ഉപദേശി പറയുന്നത് പോലെ, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നു ഞാൻ. ഇതൊരു ആത്മധൈര്യം പകരുന്ന കാര്യമാണ്. അപ്പൊ യേശു ഭയം നീക്കുന്ന സുവിശേഷം പറയുന്നു, ആത്മധൈര്യം പ്രകാശിപ്പിക്കുന്നു. സുവിശേഷത്തിലെ ഒരു ഭാഗം അതാണ്. യേശു പാപം നീക്കുന്നവനായി കാണപ്പെടുന്നു. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 2 മുതൽ തിരുവചനങ്ങളിൽ നമുക്ക് കാണാം, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടോ എന്ന് തനിക്ക് വെളിപ്പെടുത്താൻ വേണ്ടി അവനെ സൗഖ്യപ്പെടുത്തുന്നു. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടോ എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് എന്ന് പറഞ്ഞിട്ട് തളർവാദ രോഗിയുടെ കിടക്കയും എടുത്തു പോകാൻ പറയുന്നു. അടയാളത്തിലൂടെ പാപമോചന അധികാരം ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പാപമോചന അധികാരം ശിഷ്യർക്കായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾ പോയി പാപങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ആ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇവർക്കറിവില്ല എന്ന് പറഞ്ഞ് പിതാവിന്റെ സമക്ഷം ഇവരുടെ പാപത്തിന്റെ കണക്ക് വെട്ടിത്തിരുത്തുന്നുണ്ട്, കൊടുത്തു തീർക്കുന്നുണ്ട്. ടെറ്റലിസ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട്, കടമിളവ് ചെയ്യുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് മനുഷ്യകുലത്തിന്റെ മേലുള്ള പാപത്തിന്റെ ആധിപത്യത്തെ നീക്കിക്കളയുന്നുണ്ട്. പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തം. യേശു വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ പറയാണ്, ഇത് പാപമോചനം നൽകുന്ന രക്തമാണ്. ആ രക്തം കൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾ വിമോചിപ്പിക്കുന്നവനായി ക്രിസ്തു മാറുന്നു. പാപം മോചിക്കുമെന്ന് പറയുന്ന ക്രിസ്തു പാപമോചനം സ്ഥാപിക്കുന്നു, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവനായിട്ട് മാറുന്നു. അത് സ്വയം പാപമോചന മൂല്യമായി അർപ്പിച്ചുകൊണ്ടാണ് സുവിശേഷത്തിലെ 2-ാം ഘട്ടം. ലോകത്തിന്റെ തെറ്റുകൾ കുരിശിൽ കിടന്നുകൊണ്ട് യേശു ക്ഷമിക്കുന്നുണ്ട്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പഠിപ്പിക്കുന്ന ചുങ്കക്കാരനായ മത്തായിയെ ചുങ്കസ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന പാപികളും വേശ്യകളും എന്ന് എണ്ണപ്പെട്ടവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന പാപിനി കാൽപാദം കഴുകി മുടികൊണ്ട് തുടയ്ക്കുമ്പോൾ നിന്റെ കടങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിയാനായി യഹൂദർ കൊണ്ടുവരുന്ന സ്ത്രീയോട് ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുകയും, നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറയുകയും, ഞാൻ നിന്നെ വിധിക്കുന്നില്ലെന്ന് ആ സ്ത്രീയോട് പറയുകയും ചെയ്യുന്ന യേശു മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കണം എന്ന് പഠിപ്പിക്കുന്ന യേശു കുരിശിൽ ശിക്ഷ സ്വീകരിക്കുന്നു. മനുഷ്യന്റെ പാപത്തിനുള്ള ശിക്ഷ കുരിശിൽ സ്വീകരിച്ചുകൊണ്ട് കുറ്റം ചെയ്യാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു, കുരിശിൽ തറയ്ക്കപ്പെടുന്നു. സുവിശേഷത്തിന്റെ 3-ാം ഭാഗം അതാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നു. ശത്രുത പാടില്ലെന്ന് പഠിപ്പിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുമെന്ന് പഠിപ്പിക്കുന്നു. ആ യേശു തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13. ആ വചനം നിറവേറ്റിക്കൊണ്ട് കുരിശിൽ അഖിലലോകത്തെയും സ്നേഹിച്ചുകൊണ്ട് യേശു സകലർക്കും പരിഹാര ബലിയായിട്ട് മാറുന്നു, സ്നേഹാർപ്പണം നടത്തുന്നു. ആ സ്നേഹാർപ്പണത്തിലൂടെ യേശു വെളിപ്പെടുത്തുകയാണ്, ദൈവം സ്നേഹിക്കുന്നു അനന്തകരുണയോടെ. നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തിക്കൊണ്ട് നിന്നെ സ്നേഹിക്കുന്നു ദൈവം. യേശു സുവിശേഷം പ്രഘോഷിക്കുന്നത്, പൂർത്തീകരിക്കുന്നത് കുരിശിലാണ്. സുവിശേഷത്തിൽ പലയിടങ്ങളിലായി രോഗികൾക്ക് മോചനം നൽകുന്നു, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു. വിമോചകനായ ഒരുവനെയാണ് അവർ അനുഭവിക്കുന്നത്. ആ വിമോചകൻ വിമോചന മൂല്യമായി തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപക്ഷമയുടെയും സ്നേഹത്തിന്റെയും ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ മേൽ ആധിപത്യം നേടുകയാണ്, പ്രലോഭനങ്ങളുടെ മേൽ ആധിപത്യം നേടുകയാണ്. ആദ്യത്തെ പ്രലോഭനം മധുരമുള്ളൊരു പഴമായിരുന്നു. അത് പ്രലോഭനങ്ങളുടെ ഏറ്റവും ചെറിയ നിലയാണ്. രണ്ടാമത്തെ പ്രലോഭനം എന്താണ്? അത് സഹനം വരുന്നു എന്നുള്ളതാണ്. 2 പ്രലോഭനങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ പ്രലോഭനം നമുക്കിഷ്ടങ്ങളോടുള്ള കാമമാണ്, കാമ്യമായവ. രണ്ടാമത്തെ പ്രലോഭനം നമുക്ക് വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ചുള്ള വേദനയാണ്.
ഒരു മരച്ചുവട്ടിൽ വെച്ച് അപ്രകാരം ഒരു പ്രലോഭനമുണ്ടായതിനെ ജയിക്കാൻ പറ്റാതെ പോയ മനുഷ്യന് വേണ്ടി മറ്റൊരു മരച്ചുവട്ടിൽ വെച്ച് പ്രലോഭനങ്ങളുടെ എക്സ്ട്രീം ലെവലായ ഏറ്റവും ശക്തമായ വരാൻ പോകുന്ന പീഡകളെക്കുറിച്ചുള്ള അനുഭവം, ആ പീഡകളുടെ പാനപാത്രം കയ്യേറ്റുവാങ്ങി നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നിടത്ത്, ആ സഹനം സ്വീകരിക്കുന്നിടത്ത് പ്രലോഭനത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. വിമോചന മൂല്യമായി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന യേശു നമുക്ക് കാണാം. പ്രഘോഷണത്തിൽ 6-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിനെയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നു, വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെ ഉദ്ധാനം നൽകുന്നവനായി യേശു യഹൂദ ജനവിഭാഗങ്ങൾക്കിടയ്ക്ക് ജീവിക്കുകയാണ്. അവസാനം ഉദ്ധിതനായി മരണത്തിന്റെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് യേശു ഒരു കാര്യം ഉറപ്പിക്കുന്നു: ക്രിസ്തുവിൽ നമുക്ക് ഉദ്ധാനമുണ്ട്. അവൻ മരിച്ച് ഉയർത്തുകൊണ്ടാണ് മരണത്തെ തോൽപ്പിക്കുന്നത്. ഉദ്ധിതരാകാൻ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൽ സാധ്യമാകും എന്ന ഉറപ്പ് അവിടെ നിന്ന് നൽകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 12-ാം തിരുവചനം അത് പറയുന്നുണ്ട്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാനമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഉദ്ധാനമില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. യേശുവിന്റെ ഉദ്ധാനം നമ്മുടെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. അത് സുവിശേഷ മൂല്യമാണ്. സുവിശേഷം ലോകത്തെ ഉയർപ്പിക്കുന്നതാണ്. നമ്മുടെ ഉദ്ധാനത്തിൽ നമുക്ക് ബോധ്യമുണ്ടാകുമ്പോഴും നമ്മെ ഉയർപ്പിക്കുന്നവന്റെ ഉദ്ധാനത്തെക്കുറിച്ച് ഹൃദയം ഉറപ്പിക്കുന്നതിലും കഴിയാതെ പോയാൽ നമുക്കത് ഈ ലോകത്തോട് പ്രഘോഷിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സുവിശേഷത്തിൽ ആകെ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചനങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയുന്നു. സഹായകനായ ഒരുവനെ ഞാൻ അയക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമെന്നും ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി കഴിയുമ്പോൾ ആത്മാവ് സഹായകനായി നിങ്ങളുടെ കൂടെ വസിക്കുമെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന യേശു പന്തക്കുസ്തയിൽ ആത്മാവിനെ നൽകിക്കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്നു. അഗ്നിനാവുകളായി ശിഷ്യന്മാരുടെ മേൽ വന്നാവസിക്കുന്ന പരിശുദ്ധാത്മാവ് ആധുനിക കാലത്ത് അപ്പോസ്തലികമായ കൈവപ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാവുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം യേശു അനുഭവപ്പെടുത്തുന്നു. നമുക്ക് കാണാം നിരവധിയായ ഘട്ടങ്ങളിൽ യേശു അങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. ഇതേ മാതൃകയിൽ ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. സ്നേഹത്തെക്കുറിച്ച് പറയാൻ വിളിക്കപ്പെട്ടവരല്ല, സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നാം ഭയപ്പെടരുത് എന്ന് ആളുകളോട് പറയാൻ വിളിക്കപ്പെട്ടവരല്ല, നാം ഭയപ്പെടരുത് എന്ന് പറയുന്നതിനേക്കാൾ ലോകത്ത് നമ്മെ ഭയപ്പെടുത്താനിടയുള്ള ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനും ക്രിസ്തുവിൽ അതിനെ നേരിടാനും കരുത്ത് കാണിക്കുമ്പോഴാണ് നാം പ്രഘോഷകരായിട്ട് മാറുക. പാപങ്ങൾ ക്ഷമിക്കുമെന്ന് ലോകത്തോട് പറയുമ്പോഴല്ല, നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്രിസ്തു ക്ഷമിച്ചിരിക്കുന്നു എന്ന് കൗതാശികമായ അനുഭവത്തിലൂടെ ഉറപ്പിക്കുമ്പോൾ എന്നോട് ക്ഷമിച്ചവൻ എന്നിലൂടെ വെളിപ്പെടുന്നത് ക്ഷമയായിട്ടാവണം. അതുകൊണ്ട് അവരെന്നോട് ക്ഷമിക്കുക എന്നത് എൻ്റെ ജീവിത ദൗത്യമായിട്ട് മാറുന്നുണ്ട്. എനിക്ക് ലഭിക്കുന്ന പാപക്ഷമയിലൂടെ ക്രിസ്തുവിൻ്റെ പാപക്ഷമ എന്നിലൂടെ പ്രകടമാകുന്നത് അവരിനോടുള്ള ക്ഷമയിലാണ്, അവരെൻ്റെ പാപങ്ങളുള്ള ക്ഷമയിലാണ്. നാം ഇന്നെങ്ങനെയാണ് നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രഘോഷണ ദൗത്യത്തിൽ ക്രിസ്തുവിനെ ജീവിത മൂല്യമായി സ്വീകരിക്കുകയും ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുകയും ആ ക്രിസ്തുവിനെ അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയുകയും ചെയ്യണം. അവിടെയാണ് പ്രഘോഷണം. അത് കേവല പ്രസംഗമല്ല, കൺവെൻഷനല്ല, ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിലല്ല. ഈ ലോകത്തോട് സുവിശേഷം പറയാനായിട്ട് ലോകം മുഴുവൻ ഓടുക എന്നുള്ളതല്ല പ്രധാനം. നിന്റെ ലോകം എവിടെയാണ്? നിന്റെ ചുറ്റുപാടിൽ. നിന്നോട് പറന്നു പോകാൻ അവിടെ നിന്ന് പറയുന്നില്ല. അങ്ങനെ പറന്നു പോകാൻ പറയുന്ന ഒരാളായിരുന്നു ക്രിസ്തുവെങ്കിൽ ക്രിസ്തു ഈ പാലസ്തീനായാലും ഗലീലയിലും മാത്രം കിടന്ന് സുവിശേഷം പറയണതിനാ? യേശുവിന് ലോകം മുഴുവൻ ഓടാൻ വല്ല തടസ്സമുണ്ടോ? പരിശുദ്ധാത്മാവിന് സാധ്യമല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്: നിന്റെ ലോകം ഏതാണ്? നീ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് നീ പുലർത്തുന്ന മനോഭാവമാണ് ലോകത്തോടുള്ള നിന്റെ മനോഭാവം. നീ നിന്റെ കൂടെയുള്ള ഒരാളോട് പറയുന്ന സുവിശേഷം, ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കുന്ന സുവിശേഷമാണ് നിനക്ക് ലോകത്തിന് കൊടുക്കാനുള്ള സുവിശേഷം. നാട് വിട്ടോടണമെന്നല്ല അവിടെ നിന്ന് പറയുന്നത്. ലോകമെമ്പാടും പോയി സുവിശേഷം പറയാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലോകം, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ സുവിശേഷമായി മാറുക എന്നുള്ളതാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ദൈവം കൊണ്ടെത്തിക്കുന്നുവോ അവിടെയെല്ലാം ജീവിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ളവരോട്, ഈ ലോകത്തോട്, ലോക സാമാന്യതയോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. സ്നേഹവിരുദ്ധമായ ലോകത്തോട്, പാപത്തിൽ അധീനപ്പെട്ടു പോകുന്ന ലോകത്തോട്, സമ്പത്തിന് മേൽക്കോയ്മയുള്ള ലോകത്തോട്, ദരിദ്രർ പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തോട് ക്രിസ്തുവിനെ പറയുക. ജീവിതം കൊണ്ട് പറയുക. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭയമാകുന്ന യേശുവിനെ, ഭയം നീക്കുന്ന യേശുവിനെ ഈ ലോകത്തോട് പ്രഘോഷിക്കാൻ നമുക്ക് എവിടെ കഴിയും? വ്യക്തിപരമായൊരു കാര്യം ആലോചിക്ക്. ജീവിത സന്ദർഭങ്ങളെ ഭയപ്പെടുന്നുണ്ടോ? ജീവിതത്തിൽ ഉണ്ടാകുന്ന ചുറ്റുപാടുകൾ, പ്രതികൂലങ്ങൾ അവയെ ഭയപ്പെടുന്നുണ്ടോ? ലൗകികമായ അധികാരങ്ങളെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഭീഷണികളെ ഭയപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിൽ നാം മരിച്ചവരും ഉദ്ധിതരുമാണെന്നിരിക്കെ ഈ ലോകം നമ്മളെ കീഴ്പ്പെടുത്തുമെന്ന് നമുക്ക് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രഘോഷിക്കാൻ സാധ്യമല്ല. വ്യക്തിപരമായി നമ്മെ ഒന്നും ചെയ്യാൻ ഈ ലോകത്തിന് സാധ്യമല്ലെന്നും, ഈ ലോകത്തിന്റെ തടവറകൾ നമുക്ക് തടവറയല്ലെന്നും, ഈ ലോകം നമ്മെ എന്ത് ചെയ്താലും നമുക്ക് നാശമില്ലെന്നും ഹൃദയത്തിൽ ബലമുണ്ടാകുമ്പോഴാണ് ധൈര്യമായിട്ട് എവിടെ നിന്നും സുവിശേഷം പറയാൻ പറ്റുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തന്നെ കൊല്ലാൻ ജെറുസലേമിൽ ആളുകൾ കാത്തിരിക്കുന്നുവെന്ന് കരുതുമ്പോഴും അങ്ങോട്ട് പോകുന്നത്. ഒരിക്കൽ സിംഹാസനം വിട്ടിറങ്ങി ഓടിയ പത്രോസ് ക്രിസ്തുവിനെ ഇടയ്ക്ക് കണ്ടുമുട്ടുമ്പോൾ, ക്രിസ്തുവുമായി ഇതിലിടുമ്പോൾ തിരികെ വന്നിട്ട്, എന്നെ എൻ്റെ ഗുരുവിനെ കൊന്നതുപോലെ അല്ല കൊല്ലേണ്ടത്, തല കീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ശിരസറ്റ് പോകുമെന്ന് ഉറപ്പുള്ളപ്പോഴും ധൈര്യപൂർവം, അധികാരത്തിന്റെ വാളിനെ ഭയപ്പെടാതെ, ക്രിസ്തുവിന്റെ വചനമാകുന്ന വാളിനെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ധൈര്യത്തോടെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളും ഈ ലോകത്തോട് സുവിശേഷം പറഞ്ഞത് ജീവിതം കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വ്യക്തിപരമായി ഭയമില്ലാത്തവരാകുക, നിർഭയത്തുള്ളവരാകുക, ദൈവഭയമുള്ളവരായി മാറുക. ഇനി ആ ഭയം എവിടെയാണ് കാണുന്നത്? ഭയരാഹിത്യം. ആ ഭയം കാണേണ്ടത് അത് കുടുംബത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ കാണാം. മാതാപിതാക്കൾ ഈ സാഹചര്യങ്ങളെയൊക്കെ ഭയപ്പെടുന്നു, ലോകത്തെ ഭയപ്പെടുന്നു, പരീക്ഷകളെ ഭയപ്പെടുന്നു. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ആ കുട്ടികളോട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് എത്ര പറഞ്ഞാലും ആ പ്രഘോഷണമാകില്ല. ചുറ്റുപാടുകളോടാണ് സുവിശേഷം പറയേണ്ടത്. കുട്ടികളോട് പറയാണ് ഭയപ്പെടേണ്ട. പക്ഷെ അപ്പന് പേടിയാ, സാമ്പത്തികമായ ഭാരങ്ങളെ അപ്പന് പേടിയാ, അമ്മയ്ക്ക് പേടിയാ, രോഗങ്ങളെ പേടിയാ, പനി വരും സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭയക്കാണ്. അങ്ങനെ രോഗങ്ങളെ ഭയപ്പെടുന്ന, സാമ്പത്തിക സാധ്യതകളെ ഭയപ്പെടുന്ന, കടത്തെ ഭയപ്പെടുന്ന, ലോകത്തെ ഭയപ്പെടുന്നവരായി മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ ആ മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കൾക്ക് സുവിശേഷം പകർന്നു കൊടുക്കുക? എങ്ങനെയാണ് സങ്കടപ്പെടുന്ന ഒരുവനോട് ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുക? ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഭയം ഉണ്ടായിരിക്കെ നമുക്ക് മറ്റുള്ളവർ ഭയപ്പെടേണ്ടെന്ന് പറയാൻ കഴിയില്ല. സഭയിൽ ജീവിക്കുമ്പോഴും സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുന്നതായി കാണുമ്പോഴല്ലേ? പരിതപിക്കുന്നവരായി കാണുമ്പോഴാണോ? കഷ്ടതയോർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ? കഷ്ടതയോർത്തല്ല കരയേണ്ടത്, അവനവന്റെ കുറവുകൾ ഓർത്താണ്. കൺവെൻഷനുകളിലും ആരാധനകളിലും ഒക്കെ നീണ്ട കരച്ചിലുകൾ കേൾക്കുന്നു, വിലാപങ്ങൾ കേൾക്കുന്നു. അവയൊക്കെ എന്തു പറഞ്ഞിട്ടാണെന്നറിയാമോ? എന്നെ കൈവിടല്ലേ, എൻ്റെ കാര്യം നടത്തി തരണേ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് കർത്താവെ ഞാൻ നിന്നെ ദ്രോഹിച്ചു പോയി എന്ന് പറഞ്ഞിട്ടല്ല. പത്രോസ് കരഞ്ഞതുപോലെ ദീർഘകാലം തൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരുന്നത് പോലെയല്ല നമ്മുടെ കരച്ചിൽ. നമ്മുടെ കരച്ചിൽ നമ്മുടെ കുറവുകളെക്കുറിച്ചല്ല, നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചാണ്. നമുക്കിതൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലാണ്. ആ കരച്ചിലല്ല വേണ്ടത്. അപ്പൊ സഭാ സമൂഹത്തിനകത്ത്, പൊതുവായ സമൂഹത്തിനകത്തും വിശ്വാസ ദൃഢതയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് ഞാൻ വിശ്വാസിയാണെന്ന ബോധ്യത്തിൽ ജീവിത പ്രതിസന്ധികളെ നേരിടുന്നതിൽ പതറിടാത്ത ഹൃദയബലത്തോടെ ജീവിക്കുമ്പോഴാണ്. ഇതൊരു പ്രഘോഷണമാണ്. ഒന്നും പറയണ്ട. കഷ്ടതയും സഹനം ഉണ്ടാവുമ്പോൾ ഒളിച്ചോടാതെ സമൂഹ മധ്യത്തിൽ നിവർന്നു നിൽക്കാൻ, കുടുംബത്തിൽ നിവർന്നു നിൽക്കാൻ, എന്നെ താങ്ങുന്ന കർത്താവിലാണ് പ്രത്യാശയെന്ന് പറയാൻ, അവൻ എന്നെ കാത്തുകൊള്ളുമെന്ന് പറയാൻ, ഈ ലോകം എന്നെ അടിമപ്പെടുത്തുകയില്ലെന്ന് പറയാൻ, ആർക്കും എൻ്റെ മേൽ അധികാരമില്ലെന്ന് പറയാൻ നമുക്ക് ഹൃദയത്തിൽ ഉറപ്പുണ്ടാകുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്നവർക്കും ആ ബലം കിട്ടും. ആ ബലം സുവിശേഷ പ്രഘോഷണമാണ്. നമ്മളെപ്പോഴും എങ്ങനെയാ? നമ്മൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പാപമുണ്ട്, ലോകത്ത് പാപമുണ്ട്, മരിച്ചവർക്ക് പാപമുണ്ട്, അവർക്ക് പാപമുണ്ട്, ഇവരുടെ പാപങ്ങൾ പോകും. സ്വന്തം പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നതാണ് യഥാർത്ഥ പ്രഘോഷണം. വിശുദ്ധ പൗലോസിന്റെ പ്രഘോഷണത്തിന് തീ എന്താ?
പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. എന്ത് ധീരമായ പ്രഘോഷണമാണ്! കുടുംബത്തിലും സമൂഹത്തിലും തെറ്റുകാരല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വയം നീതീകരിക്കാനുള്ള ശ്രമങ്ങൾ. എൻ്റെ കുഴപ്പമല്ല ഈ കാണുന്നതൊന്നും, നിങ്ങൾ പറയുന്ന കുഴപ്പം എനിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വാദിക്കാൻ വേണ്ടിയല്ലേ ദൈവവചനത്തെ പോലും കൂട്ടുപിടിക്കുന്നത്? പകരം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഏൽക്കുന്ന കുറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ ധീരതയോടെ ക്ഷമിക്കാൻ, അനുതാപത്തോടെ, ദൈവമേ നിന്റെ സന്നിധിയിലാണ് ഞാൻ. ലോകം കാണുന്ന തെറ്റായിരിക്കില്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുറവറിയുന്നവൻ നമ്മുടെ തമ്പുരാനും നമ്മളുവാ. ആ തമ്പുരാന്റെ സന്നിധിയിൽ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ, ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ, സഹിക്കാൻ കഴിയാത്തതിൻ്റെ നിരവധിയായ ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആ ദൈവസന്നിധി എന്നോട് പറയാൻ പറ്റണം അനുതാപിയായിട്ട്, ഞാൻ പാപികളിൽ ഒന്നാമൻ, എനിക്ക് കുറവുകളുണ്ട്, പോരായ്മയുണ്ട്, എനിക്ക് നിങ്ങളോട് ഏറ്റു പറയുന്നതിൽ യാതൊരു സങ്കോചമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തു പോയത് എൻ്റെ നാഥനെതിരായിട്ടാണ്. ഞാൻ ചെയ്ത ഒരു തെറ്റും ക്ഷമിക്കപ്പെടാവുന്ന തെറ്റല്ല. ദൈവത്തിനെതിരെ ഞാൻ ചെയ്തത്, സഭയ്ക്കെതിരെ ചെയ്തത്, സഭയിലെ പൗരോഹിത്യത്തെ അവഹേളിച്ചത്, സന്യാസത്തെ അവഹേളിച്ചത്, ഞാൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികളൊന്നും ക്ഷമിക്കപ്പെടാവുന്നതല്ല. പക്ഷെ അനന്തകാരുണ്യമായ ദൈവം എന്നോട് ക്ഷമിച്ചു. അതുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞ, ഞാൻ ഇറങ്ങിപ്പോന്ന ബലിപീഠത്തിൽ എനിക്കൊരിടം അവിടെ നിന്ന് തന്നു. വിശ്വാസത്തെ നിഷേധിച്ച എന്നെ കൊണ്ട് വിശ്വാസം പ്രഘോഷിപ്പിച്ചു. ഞാൻ അതുകൊണ്ട് കണ്ണീരോടുകൂടെയാണ്, ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലും കണ്ണീരോടുകൂടെയാണ്. എന്നോട് കാട്ടിയ അനന്തമായ ഈ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ തീപ്പന്തം പോലെ എരിയാണ്. എന്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും നിരന്തരം എതിർത്തുകൊണ്ട് പ്രഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഇതേ ഉള്ളൂ. വിശ്വാസപ്പിഴവുകൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പ്രഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് ഈ എരിച്ചിലാണ്. അപ്പം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, അനുതാപമുള്ളവരാകുക, സഭയിൽ കുടുംബത്തിൽ അനുതാപമുള്ളവരാകുക. തെറ്റിപ്പോകുമ്പോൾ തെറ്റിപ്പോയെന്ന് പറയാൻ പറ്റുക, ക്ഷമ ചോദിക്കാൻ പറ്റുക, ദൈവസന്നിധിയിൽ അനുതാപത്തിൻ്റെ മനോഭാവത്തോടെ ജീവിക്കുക. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. അങ്ങനെ പറയുമ്പോൾ പോലും എനിക്ക് ആത്മസംഘർഷമാണ്. പൗലോസിനോടൊക്കെ ഒപ്പിച്ച് നമ്മളെക്കുറിച്ച് പറയാമെന്ന സംഘർഷമാണ്. പക്ഷെ പൗലോസ് എത്ര വിശുദ്ധനായ മനുഷ്യൻ! ആ പൗലോസ് പറയണം, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എത്ര ദുർഭകനായ മനുഷ്യനെന്ന് പരസ്യമായിട്ട് പറയാണ് പൗലോസ്. ആ പൗലോസിന് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ദുർഭകനായ മനുഷ്യൻ എന്ന വാക്ക് പോലും പറയാൻ കഴിയില്ല. അനുതാപമുള്ള ഹൃദയത്തിൽ ഉണ്ടാകുക, അനുതാപമുള്ള ജീവിതം ഉണ്ടാകുക, അത് ഒരു പ്രഘോഷണമാണ്. ആ പ്രഘോഷണത്തിൽ പങ്കുണ്ടോ എന്ന് ആലോചിക്കണം. ദൈവത്തിൻ്റെ അനന്ത കരുണയുടെ പ്രകാശനമാണത്. പൗലോസ് പറയുന്നത്, എന്നോട് കരുണ കാണിച്ചു, അതെല്ലാവരോടും കരുണ കാണിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ലോകത്തോട് മുഴുവൻ കരുണ കാട്ടുന്നൊരു ദൈവത്തെയാണ് ക്രിസ്തുവിൽ നമുക്ക് അനുഭവമുള്ളത്. ആ ക്രിസ്തുവിൻ്റെ കരുണ പകർന്നു കൊടുക്കാൻ പറ്റുമോ? കാരുണ്യമുള്ളവരാണോ? അവരെന്നെ കരുണയോടെയാണോ കാണുന്നത്? സഹതാപല്ലിട്ട് ഉദ്ദേശിച്ച് കരുണ എന്ന വാക്കിന് അതിനപ്പുറത്ത് അർത്ഥമുണ്ട്. അപരത്വത്തെ അവരായിരിക്കുന്ന രീതിയിൽ മാനിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപരത്വത്തെ മാനിക്കുക, എല്ലാവർക്കും ഇടമുണ്ട് ദൈവസന്നിധിയിൽ എന്ന് ഉറപ്പിക്കുക. ആ ഒരു ബോധ്യത്തോടെയാണോ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിൻ്റെ അനന്ത കാരുണ്യം ഓർക്കുന്നുണ്ടോ? മനുഷ്യരെ നീക്കി നിർത്താനായി പലതരത്തിൽ നാം കാട്ടുന്ന വ്യഗ്രതകൾ ഈ കാരുണ്യത്തിനെതിരല്ലേ? അത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ കരുണാപൂർവമായ ഒരു സമീപനമാണോ? അവരെന്നെ കുറവോടെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണോ നമുക്കുള്ളത് എന്ന് ആലോചിക്കണം. ഇനി ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ്? ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ്, കൊടുക്കുക, ക്ഷമിക്കുക. നമ്മുടെ സ്നേഹം എങ്ങനെയാണ്? നേടുക, എന്നെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലരെയും സ്നേഹിക്കുന്നത്, അല്ലാതെ നമുക്ക് നിർവ്യാജമായിട്ടുള്ള സ്നേഹമില്ല, നിഷ്കളങ്ക സ്നേഹമല്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും, നമ്മളെ ദ്വേഷിക്കുന്നവരെ നമ്മൾ ദ്വേഷിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം അങ്ങനെയല്ല. തന്നെ എതിർക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് കൂടി രക്ഷ കൊടുക്കാൻ വേണ്ടി കുരിശിൽ മരിക്കാം. അപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിൽ വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? നിങ്ങളെ ദ്രോഹിക്കുന്നവരെയും അവമാനിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും ക്രൂശിക്കുന്നവരെയും
സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവർ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താതെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ആ ദ്രോഹങ്ങളായിരിക്കെ തന്നെ, അപമാനങ്ങൾ നിങ്ങളെ മുറിപ്പെടുത്തുമ്പോൾ തന്നെ ആ മുറിവുകളിൽ നിന്ന് അവർക്ക് വേണ്ടി രക്തം ചൊരിയാൻ കഴിവുള്ളവരായി മാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് പ്രഘോഷണം യാഥാർത്ഥ്യമാകുന്നത്. എല്ലാവരോടും സാഹോദര്യം പ്രഖ്യാപിക്കാൻ ക്രിസ്തുവിൽ സാധിക്കണം. അവൻ മനുഷ്യപുത്രൻ എന്നാണ് സ്വയം പറഞ്ഞത്. ദൈവപുത്രൻ എന്നല്ല എപ്പോഴും പറയുന്നത്, മനുഷ്യപുത്രനാണ്. സാഹോദര്യം പ്രഖ്യാപിക്കുക. നമുക്ക് എത്രത്തോളം വിഭജനങ്ങളാ, മതം വെച്ച്, സമുദായം വെച്ച്, അതിൽ തന്നെ ഗ്രൂപ്പുകൾ വെച്ച്, സമ്പത്ത് വെച്ച്, ഭാഷ വെച്ച്, രാജ്യം വെച്ച്, എത്രത്തോളം വിഭജനങ്ങൾ, സ്ത്രീ പുരുഷ വിഭജനങ്ങളുടെയും വിഭാഗീയ യുക്തികളുടെയും ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണേ. നമുക്കെല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ പറ്റും. നമ്മുടെ സാഹോദര്യം എന്നത് ഒരു തടവറ പോലെയായി മാറിയിട്ടുണ്ട്. നമ്മുടെ സാഹോദര്യം ആരുമായിട്ടാണ്? നമ്മുടെ സാഹോദര്യം നമ്മോടൊത്തു നിൽക്കുന്നവരുമായിട്ടാണ്. സാഹോദര്യം എന്നത് സഹജമായ സകല മനുഷ്യരോടും സകല സൃഷ്ടികളോടും ലോകത്തോട് മുഴുവനോടും നാം പുലർത്തേണ്ട ഒരു കാര്യമാണ്. മിസ്റ്റർ സിസി പറയും, മരണമേ സഹോദരി വരൂ, ദാരിദ്ര്യം സഹോദരിയാണ്. ഈ ലോകം നമ്മുടെ സാഹോദര്യ ഭാവനയിൽ ക്രിസ്തുവിൽ ഒന്നായിത്തീരും. ആ സാഹോദര്യത്തിലേക്ക് സാർവലൗകികമായ സാർവദേശീയമായ ഒരു സ്നേഹപ്രഖ്യാപനമായി ജീവിതം മാറ്റാൻ പറ്റണം. ജീവിത നിലപാട് ഇങ്ങനെയായി മാറുമ്പോൾ അത് ജീവിതത്തിൽ ചുറ്റുപാടുകളിലൊക്കെ പ്രകാശിതമാകും, അത് പ്രഘോഷണമായിട്ട് മാറും. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ പ്രഘോഷണം ഒരു ജീവാർപ്പണത്തിൻ്റെതായി മാറുക. നമ്മുടെ ജീവിതം അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ പ്രഘോഷണമില്ല. ക്രിസ്തു 3 വർഷക്കാലം ശിഷ്യരോടുകൂടെ നടന്ന് പാലസ്തീനായാലും ഗലീലയുടെ പ്രദേശങ്ങളിലുമൊക്കെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെ ദൈവത്തെ കാരുണ്യം അനുഭവപ്പെടുത്തുമ്പോൾ അതിന്റെ പരിപൂർണത കുരിശിലാണ്. കുരിശിൽ കിടന്ന് മരിക്കുന്നവനെ കാണുമ്പോൾ ശതാധിപൻ പറയും, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ദൈവപുത്രനെ ശതാധിപന് ബോധ്യപ്പെട്ടത് ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലാണ്. നമ്മുടെ ജീവാർപ്പണത്തിൽ മാത്രമേ നമ്മൾ ആരെന്ന് വെളിപ്പെടൂ. അതുകൊണ്ട് ജീവാർപ്പണമാണ് പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷണം. അത് ഓർക്കണം. സ്വയം അർപ്പിക്കാൻ എത്രത്തോളമൊക്കെ കഴിയുന്നുണ്ടോ അവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. എത്രയൊക്കെ നമ്മൾ പിടിച്ചു വയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ സുവിശേഷം അവമതിക്കപ്പെടുന്നുണ്ട്. 2 പ്രഘോഷണ രീതിയാണുള്ളത്. ഒന്ന് ശക്തിയുടെ സുവിശേഷമാണ്, ഒന്ന് അനുതാപത്തിന്റെ സുവിശേഷമാണ്. നമുക്കിണങ്ങുന്നത് അനുതാപത്തിന്റെ സുവിശേഷമാണ്. സഭയിലും കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും സാമൂഹ്യമായിട്ടാകട്ടെ ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതാകണം. ആ ശക്തി അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റെ ഒരു ഭാഗമാകാം. അതോടൊപ്പം അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒന്നായി ജീവിത ദൗത്യത്തിൽ ഇപ്രകാരം സ്വയം ഉപേക്ഷിക്കാനുള്ള ശക്തിയാണ് ശക്തിയുടെ സുവിശേഷമെന്ന് അറിയണം. പലപ്പോഴും തർക്കമുണ്ടാകാനുള്ള ഒരു കാര്യമാണ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് മാമോദീസ മുങ്ങിയില്ലെങ്കിൽ നിങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടും എന്ന് പലപ്പോഴും നമ്മൾ നേരിട്ട് ആളോട് പറയാറുണ്ട്. രക്ഷപ്പെടണോ? ചില ആളുകൾക്ക് പ്രഘോഷിക്കുന്ന അങ്ങനെ, രക്ഷപ്പെടണോ മാമോദീസ മുങ്ങിക്കോ. ആ ശിക്ഷയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. മിസ്റ്റർ യോഹന്നാൻ 3:18 പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. 19-ാം തിരുവചനത്തിൽ എന്താണ് ശിക്ഷ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തേക്ക് വന്നിട്ടും ലോകം അതിനേക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ഒരു തിന്മ നിറഞ്ഞ ലോകത്ത് കെട്ടപ്പെടുകയാണ് ഭൂമിയിലെ ശിക്ഷ. പാപാസക്തിയിൽ കുടുങ്ങിപ്പോവുക. പ്രകാശം ലോകത്തേക്ക് വന്നിട്ടും ആ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുന്നത് ഈ തിന്മ നിറഞ്ഞ ലോകത്ത് ആയിപ്പോകും. സ്നേഹം പരമപ്രധാനമായി വരാത്തപ്പോൾ അവരിനു വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ് ജീവിത ദൗത്യമെന്ന് വരാതെ വരുമ്പോഴാണ് കൊലപാതകം ഉണ്ടാകുന്നത്. സ്നേഹവിരുദ്ധതയിൽ നിന്നാണ് കൊലപാതകം. എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദി അതർ, പുറന്തള്ളലും കൊലപാതകവും അതുണ്ടാകുന്ന സ്നേഹവിരുദ്ധതയിൽ നിന്നാണ്. ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുന്ന ഒരാൾ വിമോചിതനാകുന്നത് ഈ പറഞ്ഞ ശിക്ഷാവിധിയിൽ നിന്നാണ്. പാപത്തിൽ പെട്ടുപോകുന്ന, പാപത്തിൽ കുടുങ്ങിപ്പോകുന്ന, അന്ധകാരത്തിലായി പോകുന്ന ഒരു ലോകത്ത് നിന്ന് പ്രഥമമായും അവൻ രക്ഷപ്പെടുന്നു. 2ാമത്തെ ഭാഗമാണ് ആ രക്ഷയുടെ തുടർച്ചയായ നിത്യ സൗഭാഗ്യം.
അപ്പൊ അതുകൊണ്ട് ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാമോദീസയായിരിക്കാത്തവരൊക്കെ നരകത്തിൽ പോകും എന്നൊറ്റ വാക്കി പറഞ്ഞ് ആ ബോധ്യത്തിൽ നിൽക്കാതെ ഈ ഒരു കാര്യം അവർക്ക് വിശ്വസിക്കാത്തവൻ എവിടെയാണ് ചെന്ന് പതിക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ഒരാളോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. എങ്ങനെ? അയാളെ വിഡ്ഢിയെന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പ്രഘോഷണത്തിന് കീഴെ വന്നു പോലും എത്രത്തോളം പേരാണ് വിഡ്ഢിയെന്ന് വിളിക്കുന്നത്, ശപിക്കുന്നത്. ശപിക്കാൻ കഴിയുമോ ക്രിസ്തുവിലാകുന്ന ആൾക്ക്? നിങ്ങൾ ശപിക്കപ്പെട്ടവനാകട്ടെ, ദൈവം നിങ്ങളെ ശപിക്കും, ശിക്ഷാവിധി നിങ്ങളുടെ മേൽ വരും എന്നൊക്കെ ശാപവാക്കുകൾ ഒരുവിടാണ് ആള്. ഒന്ന് ആലോചിച്ച് നോക്കണം. നാം അങ്ങനെ പറയുമ്പോൾ നാം യഥാർത്ഥ ദൈവത്തെ നിഷേധിക്കുകയാണ്, അനുഗ്രഹദാതാവായ ദൈവത്തെ. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മറ്റത് അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. അവരിന് നാശമുണ്ടാകണം, നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് മറ്റൊരുവനോട് സ്നേഹമില്ലായ്മയാണ്, സ്നേഹരാഹിത്യമാണ്. സ്നേഹരാഹിത്യത്തിൽ വെളിപ്പെടുന്നത് അന്ധകാരമാണ്. അന്ധകാരം ഒരു ശിക്ഷയാണ്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തേക്ക് വന്നിട്ടും നിങ്ങൾ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ മാമോദീസ സ്വീകരിക്കാത്തവരൊക്കെ നരകത്തിൽ പോകുമെന്ന് ഒറ്റ വാക്കിൽ ഒതുക്കാതെ ഇക്കാര്യം ചിന്തിക്കണം. അതുകൊണ്ടാണ് ഇന്ന് സമയം കൂടുതലെടുത്താൽ ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം, നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കും. 2 തരത്തിലാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഒന്ന്, പിശാചുക്കളെ പുറന്തള്ളും. പൈശാചികമായ പ്രലോഭനങ്ങളെ പുറന്തള്ളുക, അവനെ അവഗണിക്കുക, അതൊരു പുറന്തള്ളലാണ്. നമ്മളിപ്പോൾ നിയമസഭയിൽ നിന്ന് വോക്കൗട്ട് നടത്തി, ബഹിഷ്കരിച്ചു എന്നാണ് പറയുക. നിയമസഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം. ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ പുറത്തു പോകാനാണ്. അവന്റെ ആധിപത്യമുള്ള ലോകത്തു നിന്ന് പുറത്തു പോകുക, അവന്റെ കൂട്ടിൽ നിന്ന് പുറത്തു കിടക്കുക. മാമോദീസ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഡെലിവർ ചെയ്യുക. രണ്ടാമത്തെ, പൈശാചിക തിന്മകളെ ഉച്ചാടനം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ജീവിതത്തിൽ ഉടനീളം ഈ ഉച്ചാടനം നടക്കുന്നുണ്ട്. നിരാശയുള്ളൊരു സംഭാഷണം ഉണ്ടാകുമ്പോൾ യേശുവിൽ പ്രത്യാശിക്കൂ, അങ്ങനെ സംഭവിക്കില്ല, കർത്താവ് രക്ഷിക്കും എന്ന് പറയുന്നിടത്തൊരു ഉച്ചാടനം നടക്കുന്നുണ്ട്. ഓരോ വാക്കിലും അത് സംഭവിക്കും. നിങ്ങളോട് തിന്മയുടെ പ്രവൃത്തി കൂട്ടുചേരാൻ പറയുമ്പോൾ എനിക്കത് സാധ്യമല്ല, യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, സാധ്യമല്ല എന്ന് പറയുമ്പോൾ തിന്മ ഉച്ചാടനം ചെയ്യപ്പെടുന്നുണ്ട്. പൈശാചിക ഉച്ചാടനങ്ങൾ ജീവിതത്തിലുടനീളം സംഭവിക്കുന്നുണ്ട്. തിന്മയെ എവിടെയെല്ലാം നീക്കിക്കളയുന്നുവോ അതെല്ലാം പൈശാചിക ബഹിഷ്കരണമാണ്. അതേപോലെ തന്നെ അതിന്റെ ഏറ്റവും മൂർത്തഭാവത്തിൽ സഭയിൽ 2 ഉച്ചാടനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് മാമോദീസയിലാണ്, രണ്ടാമത് സ്പെഷ്യൽ ഒക്കേഷനിൽ അപൂർവമായി സംഭവിക്കുന്ന സോളം എക്സോർസിസത്തിലൂടെ പൈശാചിക തിന്മകൾ നീക്കുന്നുണ്ട്. ഓരോ തവണയും വിശുദ്ധ കുരിശിന്റെ അടയാളം വരയ്ക്കുമ്പോൾ മാമോദീസ ഓർക്കുമ്പോൾ ലോകത്തു നിന്ന് പുറത്തു കടന്ന ആ പഴയ 2 കാര്യങ്ങൾ, ലോകത്തെയും പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന വാഗ്ദാനത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. പൈശാചിക ബഹിഷ്കരണം സാധ്യമാണ്. എല്ലാ വിശ്വാസികളിലും അത് സംഭവിക്കുന്നുണ്ട്. എല്ലാ വിശ്വാസികൾക്കും അന്ധകാരത്തിനെതിരായി എവിടെയൊക്കെ നിൽക്കാൻ കഴിയുന്നുവോ അവിടെയൊക്കെ ഉച്ചാടനം നടക്കുന്നുണ്ട് എന്ന കാര്യം അറിയണം. പുതിയ ഭാഷകൾ സംസാരിക്കും. സാധാരണഗതിയിൽ നമ്മൾ മറുഭാഷ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാഷാവരത്തിൽ സംസാരിക്കുക എന്ന് പറയുന്ന കാര്യത്തെയാണ് സാധാരണ നമ്മൾ കാണുക. ഇതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുമ്പോഴുള്ള കുഴപ്പമാണ്. ഭാഷാവരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ ഭാഷകളിൽ സംസാരിക്കും എന്ന് പറയുന്നത് നിങ്ങൾ ഭാഷയുടെ പരിമിതി വിട്ട് ലോകത്തേക്ക് പോകുന്ന, ഭാഷയുടെ പരിമിതികൾ വിട്ട് നിങ്ങൾ വിവിധ ഭാഷകളിൽ സംസാരിക്കും. നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിൽ തന്നെ മിക്കവാറും ഭാഷകൾ സജ്ജീകരിച്ചതും ഒരുക്കിയതും മിഷണറിമാരാണ്. 100-ലധികം ഭാഷകൾ ഒന്നിച്ചു ചേർത്തിട്ടാണ് ഹിന്ദി എന്ന് പറയുന്ന ഒരു നവീന ഹിന്ദി ഉണ്ടാക്കിയത്. അത് മിഷണറിമാരാണ്. കേരളത്തിൽ മലയാളത്തിന്റെ കാര്യം നമുക്കറിയാം. മലയാളം ശരിക്കും ഉണ്ടാക്കിയതാരാ? മലയാളം നിഘണ്ടു ഉണ്ടാക്കിയതാരാ? വ്യാകരണം ഉണ്ടാക്കിയതാരാ? അത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ലോകത്ത് ചെന്നിടത്തൊക്കെ ഭാഷകൾ പുതുക്കി പണിതിട്ടുണ്ട് മിഷണറിമാർ. നിങ്ങൾ ലോകത്ത് എല്ലായിടത്തും പോകുമെന്ന് പറയാൻ ഭാഷയുടെ അതിരുകളെ ഭേദിച്ചു പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വിവിധ ഭാഷകളിൽ സംസാരിക്കും. ഇതിന്റെ ഒരു തുടക്കം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തികളിൽ 2:5-7 ലോകത്തിൽ എല്ലായിടത്തും വന്ന യഹൂദർ അവിടെ ഉണ്ട്. ആ യഹൂദരോട് സ്ലീഹന്മാർ സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭാഷ കേൾക്കുന്നു. അവർ പറയുന്നത് ഇവർ ഗലീലരല്ലേ, നമ്മൾ കേൾക്കുന്ന നമ്മുടെ മാതൃഭാഷയാണല്ലോ. ഇതൊരു പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. ലോകം മുഴുവൻ പോകാൻ ഭാഷകളെല്ലാം മറികടക്കുന്ന ഒരു ജീവിത ഭാഷ ഈ ലോകത്തോട് സംസാരിക്കും. അങ്ങനെ ഭാഷാവരമുണ്ടാകും. അത് കേവലമായി
ഭാഷാവരത്തിൽ സംസാരിക്കുന്ന കാര്യം മാത്രമായിട്ട് കാണരുത്. നിങ്ങൾ വിവിധ ഭാഷകളിൽ സംസാരിക്കും, പല ഭാഷകളിൽ. നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അതിന് രണ്ട് കാര്യമുണ്ട്. പഴയ നിയമത്തിൽ സർപ്പം ഒരു ഭയകാരനാണ്, പ്രലോഭനം ഉണ്ടാക്കുന്ന സർപ്പമായിട്ടാണ്. നിങ്ങൾ ആ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പഴയ പ്രലോഭനങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കും. നിങ്ങളൊന്നിനെയും ഭയപ്പെടില്ല. അതിന് പ്രത്യക്ഷ അടയാളമായിട്ട് മാൾട്ട ദ്വീപിൽ വെച്ച് മിസ്റ്റർ പൗലോസിന്റെ കയ്യിന്മേൽ ഒരു അണലി ചുറ്റുന്നുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ സർപ്പങ്ങളെ കയ്യിലെടുക്കും, പ്രതികൂലങ്ങളെ കയ്യിലെടുക്കാൻ കെൽപ്പുള്ളവരായിട്ട് മാറുമെന്ന് പറയാണ്. മാത്രമല്ല, മാരകമായ എന്തു കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങളെ ലോകത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് പ്രധാനപ്പെട്ട ഒരു പണിയാണ് വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ളത്. മാരകമായി എന്തു കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കില്ല. മിസ്റ്റർ ബെനഡിക്റ്റിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ശിഷ്യന്മാർ തന്നെ അതിന് വിഷം കലക്കി കൊടുത്തു. ഈ സന്യാസ നിയമങ്ങളുടെ കഠിനത മൂലം ഈ ഗുരുവിനെ തന്നെ കൊന്നുകളയാൻ വേണ്ടി വിഷം കലക്കി കൊടുത്തു. ബെനഡിക്റ്റ് ഒരു ആശീർവാദം കൊടുത്തപ്പോൾ ഈ കോപ്പ പൊട്ടിപ്പോയെന്നാണ്. മാരകമായി എന്തു കുടിച്ചാലും. അതുകൊണ്ട് എന്ത് കഴിക്കുമ്പോഴും ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന ബോധ്യത്തോടെ, നന്ദിയോടെ കഴിച്ചാൽ ഭക്ഷണം വിശുദ്ധീകരിക്കപ്പെടും എന്നൊരു കാര്യം ഓർക്കണം. അതിനർത്ഥം ഇതാണ്: നിങ്ങളുടെ മേൽ എൻ്റെ അധികാരമുണ്ട്, നിങ്ങളെ രക്ഷിക്കുന്നത് ഞാനാണ്, ഒന്നിനെയും ഭയപ്പെടേണ്ട. അപ്പൊ അതുകൊണ്ട് ലോകത്ത് നമുക്ക് ഒരു വിജയമുണ്ട് എന്നാണ് പറയുക. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. ലോകത്തെ സുഖപ്പെടുത്താൻ പോകുന്നവരാണ് നിങ്ങൾ. അത് അത്ഭുത രോഗശാന്തിയിലൂടെ സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് സഭ ലോകം മുഴുവനും പ്രവർത്തിക്കാനിടയായി. അതിന്റെ പുറകിലുള്ള തത്വം ഇതാണ്: എല്ലാവരെയും സുഖപ്പെടുത്തുന്നവരാണ്, സൗഖ്യം കൊടുക്കുന്നവരാണ്, ദീനാനുകമ്പയുള്ളവരാണ്, മനുഷ്യസ്നേഹം പ്രഖ്യാപിക്കുന്നവരാണ്, മുറിവറ്റവരോട് കൂടെയാണ്, അവരിൽ ക്രിസ്തുവിനെ കാണുന്നവരാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ വളരും. പരിശുദ്ധാത്മാവിൽ അത് ലോകത്ത് നമുക്കിന്ന് കാണാം. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഈശോ പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്നു. ശിഷ്യന്മാർ ലോകമെമ്പാടും പോയി. ഇന്നും അതിന്റെ തുടർച്ച സംഭവിക്കുകയാണ്. ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. അങ്ങനെ ലോകം മുഴുവനിലേക്കും ഐക്യപ്പെട്ടവരിൽ ഒരാളാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യത്തോടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ആശീർവാദമായി, അടയാളങ്ങൾ നൽകുന്നവനായി പിതാവിന്റെ സന്നിധിയിൽ അവിടുന്ന് വലത്തുഭാഗത്തുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. ക്രിസ്തുവിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സുവിശേഷ പ്രഘോഷണമായിട്ട് മാറും. അതെല്ലാം അടയാളങ്ങൾ കൊണ്ട് ക്രിസ്തു സ്ഥിരീകരിക്കും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഇതാണ് ഐക്യപ്പെടലിന്റെ ദൗത്യം. ആ ദൗത്യത്തിൽ എത്രത്തോളം നമുക്ക് പുരോഗമിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഓർക്കണം. ഏശയ്യായെ ഇങ്ങനെ വിടുന്നത് നമുക്കറിയാം. ഏശയ്യയുടെ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെ തിരുവചനങ്ങളിൽ യേശയ്യയെ ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അയക്കുന്നത് നമുക്ക് കാണാം. യേശയ്യ അവിടെ പറയുന്നുണ്ട്: ഞാൻ പാപിയാണ്, എൻ്റെ അധരങ്ങൾ നല്ലതല്ല, അശുദ്ധനായ ഞാൻ ദൈവത്തെ കണ്ടു എന്നുള്ളത് തന്നെ, ദർശനത്തിൽ കണ്ടു എന്നുള്ളത് തന്നെ യേശയ്യ മരണകാരനായിട്ടാണ് പറയുന്നത്. അങ്ങനെ പരമപരിശുദ്ധിയെ കണ്ട ഒരാൾ. മാലാഖ ബലിപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് യേശയ്യയുടെ നാവിൽ സ്പർശിക്കുന്നുണ്ട്: നീ ശുദ്ധനായിരിക്കുന്നു. തീക്കട്ട മലങ്കര കുർബാന ക്രമത്തിൽ കുർബാനയ്ക്ക് തരുമ്പോൾ, വിശുദ്ധ കുർബാന തരുമ്പോൾ പറയുന്നത് തീക്കട്ട എന്നാണ്. നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. ആ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാം, അവിടെ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. ദൗത്യത്തിനായിട്ട് അയക്കാൻ മത്തിയാസിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ. ഇങ്ങനെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്നും നമുക്ക് വേണ്ടി ഒഴിക്കപ്പെട്ട ഒരു സ്ഥാനം ദൈവസന്നിധിയിലുണ്ടെന്നും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഭാഗവാക്കുകളാകാനാണെന്നും ഹൃദയത്തിൽ ബോധ്യമുണ്ടാകണം. അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ സ്വയം സമർപ്പിക്കാൻ പറ്റും. ഈ സമർപ്പണത്തെക്കുറിച്ചാണ് ഫിലിപ്പിയർ ലേഖനം പറയുന്നത്. തന്നെ തന്നെ ശൂന്യനാക്കുന്ന ക്രിസ്തു. അതെങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹാനുഭവമോ കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പുരോഗമിക്കണം. അങ്ങനെ പുരോഗമിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. സുവിശേഷ പ്രഘോഷണം ഈ ലോകത്ത് സാധ്യമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ശ്രേഷ്ഠനായിട്ട് കരുതണം. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതിക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഓരോരുത്തരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതാനും അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണത്തിൽ നാം ഭാഗവാക്കുകളാകുക. അതുകൊണ്ട് സ്വന്തം താല്പര്യം നോക്കാതെ മറ്റുള്ള താല്പര്യം പരിഗണിക്കണം. പിന്നെ ക്രിസ്തുവിനുണ്ടായിരുന്നൊരു മനോഭാവം നമുക്കുണ്ടാകണം. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അങ്ങനെ
ക്രിസ്തു സ്വയം താഴ്ത്തുന്നതിലൂടെ അനുസരണം പ്രഖ്യാപിച്ചു. കുരിശുമരണം വരെ അനുസരണം പ്രഖ്യാപിച്ച ക്രിസ്തുവിനെ ജീവിതത്തിന്റെ മുദ്രയാക്കി സ്വീകരിക്കാൻ, ഹൃദയഭാഗമാക്കി സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമ്പോൾ ജീവിതം പ്രഘോഷണമായിട്ട് മാറും. നമ്മുടെ ഓരോ നിമിഷവും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി മാറും. അങ്ങനെ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിരന്തരം നമ്മെ ഓരോരുത്തരെയും മുൻപോട്ട് നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.